നമസ്കാരം. എല്ലാവർക്കും ഒരു നല്ല ആഴ്ച ആശംസിക്കുകയാണ്. ഇന്ന് ചർച്ച ചെയ്യുന്നത് 19 ഒക്ടോബർ 2020 മുതൽ 25 ഒക്ടോബർ 2020 വരെയുള്ള പൊതുവായിട്ടുള്ള നക്ഷത്ര ഫലങ്ങളാണ്. ആദ്യം മേടക്കൂറാണ്. അശ്വതി, ഭരണി, കാർത്തിക കാൽ ചേർന്ന മേടക്കൂർ. പൊതുവെ ഒരു നല്ല ആഴ്ചയാണ്. ഐശ്വര്യവും സമാധാനവും സന്തോഷമൊക്കെ കുടുംബത്തിലുണ്ടാവുന്ന ഒരു ആഴ്ച കൂടിയാണ്. വിദേശത്ത് നിന്ന് തിരിച്ച് നാട്ടിലൊക്കെ എത്താൻ ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്. പ്രശ്നങ്ങളെയൊക്കെ വളരെ ബുദ്ധിപരമായി സമീപിക്കാൻ ശ്രദ്ധിക്കുക. ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ വളരെയേറെ സമാധാനത്തോടു കൂടിയും കുറേയൊക്കെ സമയമെടുത്ത് കൈകാര്യം ചെയ്യുക. അതിന് ഷെയർ മാർക്കറ്റ് ആഴ്ചയുടെ പകുതിയോടുകൂടി ലാഭത്തിലേക്ക് എത്തുന്നത് നിങ്ങൾക്ക് കാണാനാവും. സുഹൃത്തുക്കളോടൊക്കെ വളരെ സത്യസന്ധമായിട്ട് പെരുമാറാൻ ശ്രദ്ധിക്കുക. പല കാര്യങ്ങളിലും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്സ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കുറേയൊക്കെ ഉത്തരവാദിത്തങ്ങളോ അല്ലെങ്കിൽ ജോലിഭാരമൊക്കെ കൂടാനുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവും. പ്രശസ്തി ഉണ്ടാകുന്നൊരു കാലഘട്ടം കൂടിയാണ്. കലാകാരന്മാർക്കും സിനിമാ മേഖലയൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ പ്രശസ്തി ഉണ്ടാകുന്നൊരു കാലഘട്ടം കൂടിയാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനാകും. അതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളും നടപടികളൊക്കെ ചെയ്തെടുക്കാനൊക്കെ കഴിയുന്നൊരു കാലഘട്ടം കൂടിയാണ്. കുജസ്തോത്രം ജപിക്കുക, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക, ഗണപതി ഭവനെ പ്രാർത്ഥിക്കുക, ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരം. അടുത്ത ഇടവക്കൂറാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരത്തിൽ ചേർന്ന ഇടവക്കൂർ. പല കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെ നടത്തിയെടുക്കാൻ സാധിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്. ഇൻ്റർവ്യൂ, മത്സര പരീക്ഷ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ വിജയിക്കാൻ സാധിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്. മത്സര ബുദ്ധിയോടുകൂടി പെരുമാറുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. ജീവിതം സ്വന്തം ജീവിതമാണെന്നും അത് വ്യക്തമായി ആസ്വദിക്കാനും കൂടി ശീലിക്കുക. പല കാര്യങ്ങളും സമയമെടുത്ത് കുടുംബത്തിനും അല്ലെങ്കിൽ ബന്ധുക്കൾക്കും എല്ലാം സമയം കൊടുത്ത് ജീവിതത്തിനെ ഇപ്പോൾ ലീവ് ഇൻ നൗ അല്ലെങ്കിൽ ലിവ് ഇൻ ദ പ്രസൻറ്റ് എന്നൊക്കെ പറയുന്ന പോലുള്ള കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കുക. മാതാവിനോട് കൂടി ആലോചിച്ച് മാത്രം ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുക. അതിനോടൊപ്പം തന്നെ ആരോടും കയർത്ത് സംസാരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മേലധികാരികൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും. മേലധികാരികളുടെ അറിവോടുകൂടി തന്നെ അവരുടെ തന്നെ പല ജോലികളും ചെയ്തു തീർക്കേണ്ടി വരുന്നതായിട്ട് കാണാനാവും. കലാമേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള വിജയങ്ങളൊക്കെ ലഭിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്. ഷെയർ മാർക്കറ്റ് വളരെ നല്ല രീതിയിലുള്ള ലാഭങ്ങളോ അല്ലെങ്കിൽ വളരെ നഷ്ടത്തിലോ പോകാതെ ഒരു മധ്യമാവസ്ഥയിലേക്ക് പോകുന്നതെന്ന് കാണാനാവും. ബിസിനസ് പദ്ധതികൾ വളരെ രഹസ്യമായി മാത്രം സൂക്ഷിക്കുക. ഗണപതി ഭവനെ പ്രാർത്ഥിക്കുക, ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ പാൽപ്പായസം വഴിപാട് നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്ത മിഥുനക്കൂറാണ്. മകയിരമര, തിരുവാതിര, പുണർതം മുക്കാൽ ചേർന്ന മിഥുനക്കൂർ. രോഗാരിഷ്ടതകളൊക്കെ ഉണ്ടായിരുന്ന മാറി സമാധാനവും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ഉണ്ടാകുന്നൊരു കാലഘട്ടം കൂടിയാണ്. വിവാഹ സംബന്ധമായി അനുഭവിച്ചിരുന്ന തടസ്സങ്ങളൊക്കെ മാറി അനുകൂലമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകും. ദേശം വിട്ടു നിൽക്കുന്ന അവസ്ഥ പല കാര്യങ്ങൾക്കായി ജോലി സംബന്ധമായോ അല്ലാതെ ദേശം വിട്ടു നിൽക്കുന്ന ഒരവസ്ഥകളൊക്കെ ഉണ്ടാകും. ചെറിയ പ്രാണികളിൽ നിന്ന് വിഷം ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പാരമ്പര്യമായി ലഭിച്ച ഭൂമിയിൽ കൃഷി മുതലായ കാര്യങ്ങൾക്ക് വേണ്ടി ധനം ചിലവാക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പഴയ സുഹൃത്തുക്കളെ കാണാനും പരിചയം പുതുക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഓർമ്മക്കുറവ് മൂലം പല കാര്യങ്ങളിലും പ്രശ്നങ്ങളും അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ചെയ്യുന്ന ജോലിയിൽ കുറേ കൂടി ശ്രദ്ധിച്ച് ചെയ്യാനും ആത്മാർത്ഥത പുലർത്താനും ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥകളാണ്. പഠനത്തിൽ നല്ല രീതിയിൽ ശോഭിക്കാനൊക്കെ സാധിക്കുന്നൊരവസ്ഥയും കൂടിയാണ്. ഷെയർ മാർക്കറ്റ് നല്ല രീതിയിൽ ശോഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ശാസ്താക്ഷേത്രത്തിൽ നീരാജനം, ഗണപതി ഹോമം നടത്തുക, ദേവീക്ഷേത്ര ദർശനം നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്ത കർക്കിടകക്കൂറാണ്. പുണർതം കാൽ, പൂയം, ആയില്യം ചേർന്ന് കർക്കിടകൂർ. ദമ്പതികൾ ഒക്കെ ആയിട്ടുള്ളവരുടെ കലഹമൊക്കെ മാറി സമാധാനപരമായിട്ടുള്ള സന്തോഷമൊക്കെ ഉണ്ടാകുന്ന, കുടുംബത്തിൽ സമാധാനം സന്തോഷം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. കുടുംബഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ ധനം കൃത്യമായി കയ്യിലേക്ക് വരുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകും. കടബാധ്യതകളൊക്കെ ഒഴിഞ്ഞ് പോകുന്നൊരവസ്ഥയും എല്ലാ രീതിയിലുള്ള കടവും തിരിച്ചടയ്ക്കാനൊക്കെ സാധിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്. പരമാവധി പഴകിയ ആഹാരങ്ങളോ കൊഴുപ്പ് കൂടിയ ആഹാരങ്ങളോ കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മാതാവിനോ സഹോദരങ്ങൾക്കോ ഒക്കെ രോഗാരിഷ്ടതകളൊക്കെ ഉണ്ടാകുന്നൊരു കാലഘട്ടം കൂടിയാണ്. സ്പിരിച്വലായിട്ടുള്ള ചിന്തകൾ നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ കുറച്ച് കൂടുതലായിരിക്കും. അത്തരത്തിൽ സ്പിരിച്വലായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകുന്നത് കുറേ കൂടി ജീവിതത്തിനെയും മനസ്സിനെയും ശുദ്ധീകരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നുന്നൊരു കാലഘട്ടം കൂടിയാണ്. ടെൻഷൻ, സ്ട്രെസ്സ് എന്നിവ പരമാവധി ഒഴിവാക്കുക. ദുസ്വപ്നങ്ങൾ കാരണം എന്തെങ്കിലുമൊക്കെ ഉറക്കത്തിൽ ഞെട്ടി ഉണരുക അല്ലെങ്കിൽ ഉറക്കം തടസ്സപ്പെടുക കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പ്രാർത്ഥിച്ചിട്ടൊക്കെ കിടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭദ്രാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക, ഗണപതി ഭവനെ പ്രാർത്ഥിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്ത ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രം കാൽ ചേർന്ന ചിങ്ങക്കൂർ. പല രീതിയിലും ധനം കയ്യിലേക്ക് വരുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകും. സാമ്പത്തിക ഞെരുക്കം മാറി നല്ല രീതിയിലുള്ള
സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ലഭിക്കുന്ന അല്ലെങ്കിൽ സമ്പത്ത് അടിത്തറ ശരിയാവുന്നൊരു കാലഘട്ടം കൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ താല്പര്യമൊക്കെ കൂടുന്നൊരവസ്ഥ ഉണ്ടാവും. സന്താനങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്. ഉത്തരവാദിത്തങ്ങളെല്ലാം കൃത്യമായി പൂർത്തിയാക്കാനൊക്കെ സാധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ദൂരയാത്രകൾക്കായി പുറപ്പെടാനും ദൂരയാത്രകൾക്ക് വേണ്ടി ധനം ചിലവാക്കാനും ഒക്കെ ഉള്ള ഒരു അവസരങ്ങളാണ്. ഷെയർ മാർക്കറ്റ് ക്രമേണ ലാഭത്തിലേക്ക് എത്തുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനാവും. രാഷ്ട്രീയക്കാർക്ക് പുറമേ നിന്നും സ്വന്തം ആൾക്കാരിൽ നിന്നൊക്കെ പിന്തുണ ലഭിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്. ധനപരമായിട്ടുള്ള രേഖകളൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉത്തരവാദിത്തങ്ങൾക്ക് മുൻതൂക്കം നൽകി സ്വന്തം നേതൃത്വത്തിൽ തന്നെ ആ ഉത്തരവാദിത്തങ്ങളെല്ലാം നടത്തിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗണപതി ഭവനെ പ്രാർത്ഥിക്കുക, ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ആദിത്യ ഹൃദയം ജപിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്ത കന്നിക്കൂറാണ്. ഉത്തരം മുക്കാൽ, അത്തം, ചിത്തിര അരച്ചെന്ന കന്നിക്കൂർ. ജുവല്ലറി, ടെക്സ്റ്റൈൽസ് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ബിസിനസ്സുകളിൽ നിന്ന് ലാഭം നേടാൻ സാധിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്. കായിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ചകളുണ്ടാകും. പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്. മാതാവിൻ്റെ രോഗാരിഷ്ടത മാറി സുഖം വരുന്ന ഒരു കാലഘട്ടമാണ്. കുടുംബത്തിൻ്റെ അടുത്ത് തന്നെ ഭൂമി വാങ്ങിക്കാനുള്ള അവസരങ്ങൾ ഒരുങ്ങും. വാഹനങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾക്കായി ധനം ചെലവഴിക്കുന്നതായിട്ട് കാണുന്നു. വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ പഠനത്തിൽ ശ്രദ്ധിക്കാനാവും. പഴയ ബിസിനസ് ഐഡിയകളിൽ നിന്നും മാറി പുതിയ ആശയങ്ങളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് തീരുമാനിക്കുകയും തീ, ആസിഡ് അതുമായിട്ട് ഉള്ള വസ്തുക്കളിൽ നിന്ന് പൊള്ളലൊന്നും ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് പ്രവർത്തന മേഖലയോ അല്ലെങ്കിൽ പ്രവർത്തന സ്ഥലത്തിൽ മാറ്റമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഗണപതി ഭവനെ പ്രാർത്ഥിക്കുക, ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തുക, നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുക, ഗായത്രി ജപിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്ത തുലാക്കൂറാണ്. ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാൽ ചേർന്ന തുലാക്കൂർ. കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്. പല രീതിയിലുള്ള മംഗളകർമ്മങ്ങൾ, വിവാഹം തുടങ്ങിയ കാര്യങ്ങൾക്ക് അവസരം ഒരുങ്ങും. ഐശ്വര്യമൊക്കെ വരുന്നൊരു കാര്യം കൂടിയാണ്. പല കാര്യങ്ങളും തടസ്സങ്ങളൊന്നും ഇല്ലാതെ നടപ്പിലാക്കാൻ സാധിക്കും. കടം നൽകിയവർ എന്തെങ്കിലുമൊക്കെ തിരിച്ചു ചോദിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും. സ്കിൻ അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പിതാവിന് രോഗാരിഷ്ടതകളൊക്കെ മാറി നല്ല രീതിയിൽ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളും വളരെ സംയമനത്തോടു കൂടി മാത്രം ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സാഹസ പ്രവർത്തനങ്ങൾ പരമാവധി ഒഴിവാക്കുക. അതിനോടൊപ്പം തന്നെ സ്വന്തം ഓഫീസിൽ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരെ വഴക്കിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉഴപ്പാതെ മുന്നോട്ട് പോവുക. എഗ്രിമെൻ്റ് രേഖകളിലൊക്കെ ഒപ്പുവയ്ക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അതിൽ ചെയ്യേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. ചെറിയ രീതിയിലുള്ള അശ്രദ്ധ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശാസ്താക്ഷേത്രത്തിൽ നീരാജനം നടത്തുക, ശിവസഹസ്രനാമം ജപിക്കുക, ഗണേശാഷ്ടകം ജപിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്ത വൃശ്ചികക്കൂറാണ്. വിശാഖംകാൽ, അനിഴം, കേട്ട ചേർത്ത് വൃശ്ചികക്കൂർ. ബിസിനസ് സംബന്ധമായിട്ടുള്ള എടുത്ത തീരുമാനങ്ങൾ മാറ്റാനുള്ള അവസ്ഥകളുണ്ടാവും. പിതാവിൽ നിന്ന് ധനം ലഭിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്. പിതാവിൽ നിന്നുള്ള ധനം ബിസിനസ് സംബന്ധമായിട്ടാണെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങൾക്കാണെങ്കിലും അത് പൂർണ്ണമായും ഉപകാരപ്പെടുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകുന്ന കാര്യമാണ്. സഹോദര കാര്യങ്ങളിൽ ഇടപെട്ട് അവർക്ക് സഹായങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. മൃഗങ്ങളിൽ നിന്ന് ഉപദ്രവങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള നടപടികൾ ലഭിക്കും, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് അനുകൂലമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകും. ധനപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി കൃത്യമായി അത് ധനം കയ്യിൽ വന്നു ചേരാനുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നൊരു കാലഘട്ടം കൂടിയാണ്. ആരെയും അമിതമായി വിശ്വസിച്ച് പ്രവർത്തിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല രീതിയിൽ വിജയിക്കാനൊക്കെ സാധിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്. അനുയോജ്യമായ വിവാഹ സംബന്ധ ആലോചനകൾക്ക് മുന്നോട്ട് പോകാനും വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അനുകൂലമായിട്ടുള്ള നടപടികൾ എടുക്കാനും ഒക്കെ അവസരങ്ങളുണ്ടാകും. ഗണപതി ഭവനെ പ്രാർത്ഥിക്കുക, ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ദേവീ ക്ഷേത്രത്തിൽ ഭഗവതി സേവ നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരം. അടുത്ത ധനുക്കൂറാണ്. മൂലം, പൂരാടം, ഉത്രാടം, കാൽ ചേർന്ന് ധനുക്കൂർ. നിയമജ്ഞർക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവും. പല കാര്യങ്ങളിലും അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിജയം അവർക്ക് നേടാൻ സാധിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്. ആഡംബരങ്ങൾക്കായി പരമാവധി ധനം ചിലവാക്കാതിരിക്കുക. പല കാര്യങ്ങളിലും തീരുമാനങ്ങളിലേക്ക് എത്താതെ സംശയത്തിൽ നിൽക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകും. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ സാധിക്കും. ഷെയർ മാർക്കറ്റ് ക്രമേണ ലാഭത്തിലേക്ക് എത്തുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും. വിദേശത്ത് നിന്ന് സഹായമോ ധനപരമായിട്ടുള്ള വരവൊക്കെ ഉണ്ടാകുന്നൊരു കാലഘട്ടം കൂടിയാണ്. പലരിൽ നിന്നും വാങ്ങിച്ച കടം തിരിച്ച് ഒരേ സമയത്ത് കൃത്യമായി നൽകി കടം ബാധ്യതകൾ ഒഴിവാക്കാൻ സാധിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്. ചെറുകിട കച്ചവടങ്ങളിൽ നല്ല രീതിയിലുള്ള വരുമാനവും അതനുസരിച്ച് കുടുംബത്തിൻ്റെ തന്നെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്ന ഒരവസ്ഥകളൊക്കെ ഉണ്ടാകും. ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഗണപതി ഭവനെ പ്രാർത്ഥിക്കുക, ശാസ്ത്ര ക്ഷേത്രത്തിൽ നീരാജനം വഴിപാട് നടത്തുന്നവയാണ് പൊതുവായിട്ടുള്ള പരിഹാരം. അടുത്ത മകരക്കൂറാണ്. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൽ അരചേർന്ന മകരക്കൂർ.
പല തരത്തിലുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഗവൺമെൻറ് സംബന്ധമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ചെറിയ ശത്രുക്കളിൽ നിന്നുള്ള നിയമപരമായ നടപടികളൊക്കെ ഉണ്ടാകുന്നൊരു കാലഘട്ടം കൂടിയാണ്. വിശന്നിരിക്കേണ്ടി വരുന്ന അവസ്ഥ, ശരീരത്തിന് ക്ഷീണം ഉണ്ടാകുന്ന അവസ്ഥ എന്നിവയൊക്കെ ഉണ്ടാകുന്നൊരു കാലഘട്ടം കൂടിയാണ്. പരമാവധി ശത്രുക്കളിൽ നിന്ന് അകന്നു നിൽക്കുക. ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കൃത്യമായി കാണിക്കുക. അതിനോടൊപ്പം തന്നെ ആധാരം, ബാങ്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനോ അത്തരം രേഖകൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുക. കൃഷി, ഫാം, പൗൾട്രി ഫാം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ബിസിനസ്സുകളിൽ നിന്ന് ലാഭമൊക്കെ ഉണ്ടാകുന്നൊരു കാലഘട്ടം കൂടിയാണ്. ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൃത്യമായി ആരംഭിക്കാൻ സാധിക്കുകയും അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് കൃത്യമായി നടത്തിക്കൊണ്ട് പോകാനും സാധിക്കും. ഷെയർ മാർക്കറ്റ് ക്രമേണ ഉയർച്ചയിലേക്ക് എത്തുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. തെറ്റായ വിവരങ്ങൾക്കനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദിത്യ ഹൃദയം ജപിക്കുക, ഗണപതി ഭവനെ പ്രാർത്ഥിക്കുക, ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരം. അടുത്ത കുംഭക്കൂറാണ്. അവിട്ടത്തിലര, ചതയം, പൊരുരുട്ടാതെ, മുക്കാൽ ചേർന്ന കുംഭക്കൂർ. ജയത്തിലും പരാജയത്തിനും ഇടയിലൂടെ ഒരേപോലെ പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ജയം വരുമ്പോൾ ഒരുപാട് സന്തോഷിക്കാനും അതുപോലെ തന്നെ വിഷമം വരുമ്പോൾ, പരാജയം വരുമ്പോൾ അമിതമായി വിഷമിക്കാതെയും ഒരു സമമായി കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നൊരു കാലഘട്ടം കൂടിയാണ്. ദശാസന്ധി ദോഷമൊക്കെ ഉള്ള ഒരു ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അവരുടെ ജാതകങ്ങൾ പരിശോധിച്ചാൽ ദശാസന്ധി ദോഷമുള്ളവർ ഉറപ്പായിട്ടും ഗണപതി ക്ഷേത്രത്തിൽ ദർശനങ്ങൾ നടത്തുന്നത് ദോഷങ്ങൾ കുറയ്ക്കും. തീരുമാനങ്ങളിൽ ഉറച്ചു നിന്ന് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നൊരു കാലഘട്ടം കൂടിയാണ്. ടെൻഷൻ, സ്ട്രെസ് എന്നിവ പരമാവധി ഒഴിവാക്കുക. ഇലക്ട്രീഷ്യൻസ്, പ്ലംബിംഗ് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള പുതിയ കോൺട്രാക്ട്സ് ആയിട്ട് നടത്തിയെടുക്കാനൊക്കെ സാധിക്കും. ഇതുമൂലം സാമ്പത്തികമായ ലാഭമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ആരോഗ്യ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ശനി സ്തോത്രം ജപിക്കുക, ശിവസഹസ്രനാമം ജപിക്കുക, ഗണപതി ഹോമം നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരം. അടുത്ത മീനക്കൂറാണ്. പൊരുരുട്ടാതിക്കാൽ, ഉത്രട്ടാതി, ഇരയാവതി ചേർന്ന മീനക്കൂർ. ആത്മവിശ്വാസത്തോടുകൂടി പെരുമാറുക. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉറപ്പായിട്ടും തുണയായിട്ടുണ്ടാകും. ആ ഒരു കോൺഫിഡൻസോടുകൂടി എല്ലാ കാര്യങ്ങളിലും, അതൊരു ഇൻ്റർവ്യൂ ആണെങ്കിലും പൊതുവായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്നെങ്കിലും അതിലെല്ലാം നിങ്ങൾ ആ ആത്മവിശ്വാസത്തോടെ അതിൽ പെരുമാറുക. അതിനോടൊപ്പം തന്നെ മത്സര പരീക്ഷകളിൽ വിജയം നേടാനൊക്കെ സാധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. കുറച്ചുകൂടി ഒരു ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും മാറാനും അല്ലെങ്കിൽ പരീക്ഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം നേടാനൊക്കെ സാധിക്കുന്ന ഒരവസ്ഥയൊക്കെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും അത് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരവസ്ഥ കൂടിയാണ്. പരമാവധി ആരുമായും വഴക്കിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകും. ഷെയർ മാർക്കറ്റ് പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ധനപരമായിട്ടുള്ള ഒരു വരവ് ഉണ്ടാകുന്നൊരു കാലഘട്ടം കൂടിയാണ്. അതിനോടൊപ്പം തന്നെ ഇരുമ്പ് സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകളിൽ നിന്ന് നല്ല രീതിയിലുള്ള ലാഭങ്ങളൊക്കെ നേടാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള വിജയം നേടാൻ സാധിക്കുന്ന ഒരവസ്ഥയാണ്. ശിവ സഹസ്രനാമം ജപിക്കുക, ഗണപതി ഹോമം നടത്തുക, നരസിംഹസ്വാമിക്ക് പാനകം വഴിപാട് നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. ഈ പറഞ്ഞതെല്ലാം ഓരോ നക്ഷത്രങ്ങളുടെയും ഓരോ നക്ഷത്രക്കാരുടെയും പൊതുവായിട്ടുള്ള നക്ഷത്ര ഫലങ്ങളാണ്. ഒരാഴ്ചയിൽ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജാതകങ്ങൾക്കനുസരിച്ച് ഈ ഫലങ്ങളിൽ കുറേ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. എന്നിരുന്നാലും ഓരോ ദിവസവും ഈശ്വര വിശ്വാസത്തോടുകൂടിയും ഈശ്വര വിചാരത്തോടുകൂടിയും ആരംഭിക്കുന്നതും അതിനോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു നന്മയോടുകൂടി ചിന്തിക്കുന്നതും, വിശന്നിരിക്കുന്ന ഒരാൾക്കെങ്കിലും ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള സത്കർമ്മങ്ങൾ ചെയ്യുന്നത് ദോഷഫലങ്ങളെ കുറയ്ക്കുമെന്ന് ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നു. എല്ലാവർക്കും ഒരു നല്ല ആഴ്ച ആശംസിക്കുന്നു. അടുത്ത ആഴ്ചയിലെ നക്ഷത്രഫലമായി വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.